の中にある赤と青き線それらが結ばれるのは真のഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോയുടെ ജസ്റ്റ് ഒരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനുള്ള ക്ലൂസൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുന്ന പോലെ ഇൻസ്റ്റഗ്രാമിലോ മെയിൽ ത്രോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലൂസ് സെൻഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ലൈവിൽ കുറച്ച് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിലുള്ള ജേർണലിംഗ് സപ്ലൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അല്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം ഓരോന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്കത് അങ്ങനെ ചെയ്യാം. വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 പോലെ ചെയ്യാം. അല്ലാതെ ഒരു ലോങ് വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക. ഇതിൽ ഓൾമോസ്റ്റ് തന്നെ എല്ലാ സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അല്ലാതെ ഷോർട്ടിനകത്ത് നമ്മുടെ ക്ലിയർ സ്റ്റാമ്പ്സിൻ്റെ വീഡിയോസ് ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ലോങ് വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക. മെഷർമെൻറ്റും എല്ലാം ഞാൻ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇങ്ങനെ പെൻ ഹോൾഡറും അങ്ങനെയൊക്കെ വാങ്ങിച്ച് പൈസ കളയാണ്ട് നിങ്ങൾക്ക് കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളുണ്ടടാ. നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. എവിടെയെങ്കിലുമൊക്കെ കുറേ കാർഡ്ബോർഡ് പീസസും അങ്ങനെ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കുക എങ്ങനെയൊക്കെ നമുക്കത് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടൊരു ഞാൻ പറഞ്ഞുതരാം. കളർ പേപ്പറും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നല്ല വാഷി ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ കോർണർ സൈഡ് ഭയങ്കര പെർഫെക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വാഷി ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പം ആ ഒരു ഇതങ്ങ് മാറി കിട്ടും. അത് നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ വാഷി ടേപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. 10 രൂപയുടെ റോളൊക്കെ കിട്ടും. നിങ്ങൾ അടുത്ത കടയിലൊക്കെ ഒന്ന് നോക്കുക. ഓൺലൈൻ തന്നെ എല്ലാം നോക്കാണ്ട് അടുത്ത കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വില കുറഞ്ഞുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു കാര്യം. ഇത് ഞാൻ മുന്നേ എപ്പോഴോ ഏതോ ഒരു നൂറ്റാണ്ടിൽ ചെയ്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറേ നാൾ പഴക്കമുള്ളൊരു സാധനമാണെന്ന് ഉദ്ദേശിക്കായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മിറർ ഉണ്ടായിരുന്നേ, നമ്മുടെ കുഞ്ഞു മിററില്ലേ, നമ്മുടെ ഈ പേഴ്സിലൊക്കെ മുന്നേ കിട്ടുന്ന. അപ്പോൾ അമ്മയുടെ പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു മിററിനെ ഞാൻ എന്ത് ചെയ്തതാണ്, ഒരു കുഞ്ഞൊരു പെട്ടി, നമ്മുടെ എന്തോ മേടിച്ചപ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ എങ്ങാണ്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ബോക്സാണ്. നമുക്കിങ്ങനെ മുന്നേയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ, അതായത് മുന്നേ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഒരു 6 കൊല്ലമൊക്കെ മുന്നേ അങ്ങനെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു സാധനം ഇങ്ങനെ ലൈറ്റ് എത്തുന്ന എന്തെങ്കിലും ഷോ പീസൊക്കെ ആയിരിക്കും മുന്നേ എപ്പോഴും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത് വാങ്ങിയപ്പോൾ എങ്ങാണ്ട് കിട്ടിയൊരു ബോക്സാണിത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മറ്റേ എഗ്ഗ് ഷേപ്പിൽ വരുന്നൊരു ലൈറ്റ് പോലത്തെ ഒരു സംഭവമില്ലേ, അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബോക്സാണ്. അതിൻ്റെ പുറത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ നോക്കിയപ്പോൾ ഫുൾ പ്യുവർ വൈറ്റ് അല്ലേ, നമ്മൾ വാങ്ങുന്ന സമയത്ത് പ്യുവർ വൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ അതിലൊരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുക, നമ്മുടെ ഓർഗനൈസേഴ്സ് 2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് മറ്റേ നമ്മൾ ഫസ്റ്റ് ആ ഒരു ലൈറ്റ് പിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് രണ്ടാമത് ചെയ്തതാണ് ഈ ഒരു ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ജേർണൽ ഇത് 2 റിബണാണ്, ബ്ലാക്കും വൈറ്റ്. ഞാൻ നമ്മുടെ എസ്തറ ജേർണലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു റോസ് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ബ്ലാക്കിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് ചെറുതായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ബ്ലാക്കും കൂടെ ഒന്ന് വലിയ റിബൺ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമുക്കെല്ലാം സെറ്റാക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഓർഗനൈസേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ നമുക്കും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും, ഓക്കെ ഇന്ന സംഭവം വെച്ചിട്ട് ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈ വീഡിയോയിൽ തന്നെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയൊക്കെ കുറേ ഓർഗനൈസേഴ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ.
എൻ്റെ മറ്റേ ഞാനൊരു എന്താ ബ്രിക്ക് ഷേപ്പിൽ ഒരെണ്ണം ഇപ്പോൾ കാണിച്ചില്ല ആ ഒരു പാറ്റേണിൽ, അത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്തോ വാങ്ങിച്ചപ്പോഴോ എന്തോ സോപ്പ് മേടിച്ചപ്പോഴോ കിട്ടിയൊരു ബോക്സാണ്. അത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേ എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കാറുണ്ട്, പേപ്പർ ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് ഗ്ലോസി സർഫസ് അല്ലേ. ഇപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തട്ടേ മുട്ടയൊക്കെ ചെയ്താൽ ആ പെയിൻ്റ് അങ്ങ് എന്തായിപ്പോവും, ഇളകിയൊക്കെ പോരും. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇളകിപ്പോയതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോസി സർഫസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും ആ ഒരു പെയിൻറ്റ്. അങ്ങനെ ഈ ഒരു ഓർഗനൈസർ ഞാൻ മുന്നേ എന്തോ നമ്മുടെ മേക്ക് ഓവർ വീഡിയോയിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ഇല്ലേ, ആദ്യത്തെ ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 സംഭവം എന്തോ അറേഞ്ച് ചെയ്യുന്നത്, അതിലൊരെണ്ണമാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുക്സിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസർ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒരെണ്ണം ഇതിനകത്ത് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സാൻഡ്ര ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കുണ്ട് അതിനകത്ത്. അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബുക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ ജേർണലിംഗ് വീഡിയോസൊക്കെ ഇതുവരെയും കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നുള്ള ബുക്സിൽ തന്നെയാണ് എല്ലാ ഇതും ചെയ്യുന്നത്. ഇത് ഞാൻ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്ന എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാലടാ, എൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഓവറായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു 10 രൂപ കിട്ടിയാലും ഞാൻ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വാങ്ങാറ്. അപ്പം അങ്ങനെ ഉള്ള എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുക്സൊക്കെ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി അതിൻ്റെ പൈസ നമുക്ക് ലാഭിച്ചിട്ട് വേറെ എന്തെങ്കിലും വാങ്ങാമല്ലോ എന്നൊക്കെ ഉള്ള മൈൻഡ് സെറ്റാണ് എനിക്ക്. അപ്പം അങ്ങനെ ഓർഗനൈസേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്തു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം ഫണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട. ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കുക. പിന്നെ റീയൂസ് ചെയ്യാൻ ഓരോ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇത് മോട്ടിവേറ്റ് ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ഇൻസ്പിറേഷൻ ആയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും നേരം എൻ്റെ വർത്തമാനം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.